വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയും വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ 50 അടിച്ചിരിക്കുകയാണ്. സഞ്ജുവിന്റെ ഒറ്റയാൾ പോരാട്ടം വീണ്ടും തുടരുകയാണ്. അടുപ്പിച്ച് മൂന്നാമത്തെ മാച്ചിലാണ് സഞ്ജു 50 അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിന്റെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ കളിയാക്കിയവർ ഇപ്പോൾ കൈയടിക്കുകയാണ്. ഇതുപോലത്തെ ഒരു പ്ലെയറെ ടീമിൽ കണ്ടിട്ടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. സഞ്ജുവിനെ സ്ഥിരതയില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ എന്താണ് കൺസിസ്റ്റൻസി എന്ന് സഞ്ജു കാട്ടി തന്നു. അതും വേൾഡ് കപ്പ് പോലെ ഒരു മാച്ചിൽ സഞ്ജു ന്യൂസിലാൻഡിനെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. വേൾഡ് കപ്പിന് മുന്നേ സഞ്ജുവിനെ നാണം കെടുത്തിയത് ന്യൂസിലാൻഡാണ്. അതിന് പ്രതികാരം സഞ്ജു വീട്ടിയിരിക്കുകയാണ്. സഞ്ജുവിനെ ഇനി പിടിച്ചാൽ കിട്ടില്ല. അതുപോലത്തെ ബാറ്റിംഗ് ആണ് സഞ്ജു ഇന്ന് പുറത്തെടുത്തത്. സഞ്ജുവും അഭിഷേക് ശർമ്മയുമായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. അഭിഷേക് ആകട്ടെ ഒരു സൈഡിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. 18 ബോളിൽ 50 റൺസ് അഭിഷേക് അടിച്ചു. ഇതേസമയം സഞ്ജു അഭിഷേകിന് കൂട്ടായിട്ട് മികച്ച കളി പുറത്തെടുത്തു. രണ്ടുപേരും കൂടി ഇന്ത്യക്ക് മികച്ച പാർട്ണർഷിപ്പാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പവർ പ്ലേ ഓവറുകളിൽ ഇന്ത്യയുടെ ഒരു വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 6 ഓവർ ആകുമ്പോഴേക്കും ഇന്ത്യ 100 റൺസിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ന്യൂസിലാൻഡിന്റെ സഞ്ജു വിറപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ അഭിഷേകിന്റെ ബാറ്റിംഗ് എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുപോലത്തെ മികച്ച കളി അഭിഷേക് കാഴ്ചവെച്ചിട്ടില്ല. അഭിഷേകിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഇന്നത്തെ ഫൈനൽ. കളി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഇന്ത്യ 250 റൺസിനടുത്ത് എത്തുമെന്നത് ഉറപ്പാണ്. അത്രയ്ക്കും റൺ റേറ്റ് ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. ന്യൂസിലാൻഡ് ബൗളേഴ്സ് എങ്ങനെ എറിഞ്ഞിട്ടും സഞ്ജു ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്കും സിക്സറുകളും ഫോറുകളും അടിക്കുകയാണ്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് സഞ്ജു ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.